ഒരു ദോഷവും വളരെ നല്ല കൂട്ടുകാർ ഒരുമിച്ചുള്ള പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒരു ദോഷത്തിലേക്കും പോകാത്ത ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഐവിൻ. ഇത്രയും ദുരന്തം ഈ പയ്യന് വന്നു ഭവിച്ചല്ലോ എന്ന് ഓർത്താണ് നമ്മുടെയൊക്കെ സങ്കടം. CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുകയാണ്. ഐവിൻ ജിജോയെ പറ്റിയിട്ട് അങ്ങനെ ആള് ശാന്തനായിരുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അങ്ങനെ? ഇല്ല, ഒരു ശാന്തനായ ഒരു പയ്യനാണ് ഐവിൻ. ഒരു ദോഷത്തിലേക്കും ഒരു ചെറുപ്പക്കാർ തമ്മിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് പോലും പോവാത്ത കുടുംബം, നല്ല പശ്ചാത്തലമുള്ള കുടുംബം. പാലയിൽ വന്ന് അവർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടുത്ത് സ്ഥലം മേടിച്ച് താമസിക്കുന്ന, വളരെ ശാന്തരായി ആരോടും ഒരു ദോഷം ചെയ്യാതെ വളരെ കൃത്യമായി അവരെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മധ്യ കുടുംബത്തിൽപ്പെട്ട അതാണ് ജിജോ. ആർക്കും ഒരു ദോഷം ചെയ്യില്ല. ജിജോ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. കുടുംബത്തിലും ആ ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കാനുള്ള താല്പര്യമുണ്ട്, ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മ അലീന പാല മെഡിസിറ്റിയിലെ നേഴ്സാണ്. ഇവരുടെ മൂത്ത മകനാണ് ഈ ഐവിൻ. ഒരു ദോഷവും വളരെ നല്ല കൂട്ടുകാർ ഒരുമിച്ചുള്ള പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒരു ദോഷത്തിലേക്കും പോകാത്ത ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഐവിൻ. ഇത്രയും ദുരന്തം ഈ പയ്യന് വന്നു ഭവിച്ചല്ലോ എന്ന് ഓർത്താണ് നമ്മുടെയൊക്കെ സങ്കടം. ഈ അത്യാഹിതത്തിലേക്ക് നയിച്ച, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ആരായാലും ശരി, അവരെ പൂർണ്ണമായും നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണം. കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഒരു ഉദ്യോഗസ്ഥന്മാരും സർവീസിലിരിക്കെ ഇത്രയും അഹങ്കാരം പിടിച്ച ഈ നീതികേട് സമൂഹത്തിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിൻ്റെ അന്വേഷണത്തിലും നടപടിയിലും ശിക്ഷയിലും ഉണ്ടാകണമെന്നാണ് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോടൊപ്പം ഉണ്ട്. അവരുടെയൊക്കെ ആഗ്രഹം അതാണ്. അത്രയും നീതിബോധമുള്ളൊരു പയ്യനോട് ഇത്രയും കാട്ടിയ ക്രൂരത ഈ സമൂഹത്തിൽ വെച്ചു പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്.